Yeah, dear brothers and sisters, it's been a very joyful 2 days with you all. പ്രിയ സോദരിമാരെ, 2 ദിവസം നിങ്ങളോടൊത്ത് വളരെ സന്തോഷമുള്ളതായിരുന്നു. I too have been challenged afresh to be ready for the coming of Jesus Christ. ഞാനും കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി തയ്യാറായിരിക്കുന്നതിനെക്കുറിച്ച് പുതുതായിട്ട് വെല്ലുവിളിക്കപ്പെട്ടു. I hope we will not forget what we have heard here these days. ഞാൻ പ്രത്യാശിക്കുന്നു നാം ഈ ദിവസങ്ങളിൽ കേട്ട കാര്യങ്ങൾ മറന്നുപോകുകയില്ല എന്ന്. Jesus told us that when the word is spoken, immediately the devil is trying to steal that word away. യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം സംസാരിക്കപ്പെടുമ്പോൾ അപ്പോൾ തന്നെ പിശാച് അതിനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമെന്ന്. He used the picture of birds that are flying around, trying to quickly grab the seed before it goes into the ground. കർത്താവ് ആ പറവകൾ പറന്ന് നടന്ന് ആ വിത്ത് അത് അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് പോലെ ആ ചിത്രമാണ് നൽകിയത്. And so already there are birds, spiritual birds, flying around, trying to make sure that before the seed goes into your heart, it's robbed, it's taken away. അതുകൊണ്ട് ആത്മീയ പക്ഷികൾ പറന്ന് നടക്കുന്നുണ്ട്. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് മുമ്പേ അത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ട്. Now you may not remember everything that you heard. നിങ്ങൾ കേട്ട എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. But as you are listening, let the ground of your heart be soft so that it goes into the ground before the birds can take it. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം മൃദുവായി തീർന്ന് ആ വിത്ത് ആഴ്ന്നിറങ്ങി ആ പക്ഷികൾ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പേ ആഴത്തിലിറങ്ങട്ടെ. And Jesus called that soil honesty, an honest and a good heart. യേശു ആ മണ്ണിനെ കുറിച്ച് അത് സത്യസന്ധമായിട്ടുള്ള നല്ല ഹൃദയം എന്നാണ് പറയുന്നത്. If your heart is honest and you say, Lord, this is my true condition. നമ്മുടെ ഹൃദയം സത്യസന്ധമാണെങ്കിൽ, കർത്താവേ ഇതാണ് എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നുവെങ്കിൽ, I don't judge anybody else, I don't compare myself to anybody else. ഞാൻ മറ്റാരെയും വിധിക്കുന്നില്ല, മറ്റാരെയുമായിട്ട് ഞാൻ എന്നെ തന്നെ താരതമ്യം ചെയ്യുന്നില്ല. I judge myself and acknowledge this is my condition. ഞാൻ എന്നെ തന്നെ വിധിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് ഏറ്റുപറയുന്നു. Am I really ready, Lord? That's the most important thing, not worrying about anybody else. ഞാൻ യഥാർത്ഥത്തിൽ തയ്യാറാണോ, ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവേ? ഞാൻ അതാണ് പ്രധാനപ്പെട്ട കാര്യം, മറ്റാരെക്കുറിച്ചും വിചാരപ്പെടുന്നതല്ല. Then the seed can go into that soft soil before the birds steal it. അങ്ങനെ വരുമ്പോൾ ആ വിത്തിന് ആ മൃദുവായിട്ടുള്ള മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയും, ആ പക്ഷികൾ വന്ന് മോഷ്ടിക്കുന്നതിന് മുമ്പായി. And then, even if you cannot remember with your mind everything that you heard, അതിനുശേഷം നിങ്ങൾ കേട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓർമ്മിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, because you are honest, the Holy Spirit will remind you of whatever you have heard at the right time. നിങ്ങൾ സത്യസന്ധരായിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തും. Jesus said the Holy Spirit himself will remind you of the things I have spoken. യേശു തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് തന്നെ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുത്തുമെന്ന്. And the Holy Spirit himself will reveal Jesus to us. പരിശുദ്ധാത്മാവ് തന്നെ യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. I see many of you take notes. That's very good. നിങ്ങൾ പലരും നോട്ട് എഴുതുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. It's a good habit to have. അത് നല്ല ഒരു ശീലമാണ്. And good to go back and read those notes. ആ നോട്ടുകൾ തിരിച്ചുപോയി അത് വായിക്കുന്നത് നല്ലതാണ്. But whether you took notes or not, if your heart is honest, നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ നിങ്ങളുടെ ഹൃദയം സത്യസന്ധമാണോ, then the Holy Spirit can do something with that. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. 1 Corinthians chapter 15. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. At the end of time, when Jesus comes back, സമയത്തിന്റെ അവസാനം യേശു മടങ്ങി വരുമ്പോൾ, he will have completed the work of, as it says here, subjecting everything under himself.
താൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ആ എല്ലാം തനിക്ക് കീഴാക്കുന്ന ആ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കും. 1 Corinthians 15 verse 25. 1 കൊരിന്ത്യർ 15:25 വാക്യം. He must reign, that is now, he must reign until he has put all his enemies under his feet. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. Verse 27, for he has put all things, that the Father has put all things in subjection under Jesus' feet. 27 വാക്യത്തിൽ സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു, പിതാവ് യേശുവിന്റെ കാൽ കീഴിൽ എല്ലാത്തിനെയും ആക്കിയിരിക്കുന്നു. So the Father has put everything in subjection under Jesus' feet. പിതാവ് എല്ലാത്തിനെയും യേശുക്രിസ്തുവിന്റെ കീഴിൽ ആക്കിയിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. I'd like to speak about that is the work that God is trying to accomplish now before Jesus comes. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പായിട്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. I was telling you yesterday about how the church is the Elijah of today. ഇന്നലെ ഞാൻ പറയുകയായിരുന്നുവല്ലോ, സഭ ഇന്നത്തെ ഏലിയാവാണെന്ന്. And in the same way in which John the Baptist prepared the way for Jesus to come the first time, യേശുവിന്റെ ആദ്യത്തെ വരവിന് മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്നത് പോലെ തന്നെ the church is now preparing the way for Jesus to come the second time. സഭ യേശുവിന്റെ രണ്ടാം വരവിനായിട്ട് ഇപ്പോൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. And one of the characteristics of John the Baptist, we read in John chapter 3. യോഹന്നാൻ സ്നാപകന്റെ ഒരു സ്വഭാവം നാം യോഹന്നാൻ 3-ൽ വായിക്കുന്നു. John 3, we see him here again saying in verse 28. ഇവിടെ യോഹന്നാൻ വീണ്ടും 28 വാക്യത്തിൽ പറയുന്നതായിട്ട് കാണുന്നു. You yourselves are my witnesses that I said, I am not the Christ, but I have been sent ahead of him. ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. We saw the same thing yesterday and from John chapter 1. ഇതേ കാര്യം യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് നാം ഇന്നലെ കണ്ടു. So he had the honesty to say, I am not the Christ. I am showing the way for the Christ to come. അദ്ദേഹത്തിന് ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ക്രിസ്തുവിന് വരുവാൻ വേണ്ടിയുള്ള വഴി ഒരുക്കുകയാണ് എന്നുള്ളത് പറയാനുള്ള സത്യസന്ധത ഉണ്ടായിരുന്നു. And because of that, verse 30, I must decrease and he must increase. ആ കാരണം കൊണ്ട് 30-ാം വാക്യത്തിൽ അവൻ വളരണം, ഞാനോ കുറയണം. If we are to make the way for Christ to come, നാം ക്രിസ്തുവിന്റെ വരവിന് വഴിയൊരുക്കുകയാണെങ്കിൽ there must be a constant decreasing in our life so that Christ can increase. നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ടുള്ള ഒരു കുറച്ചിൽ ഉണ്ടാകണം, യേശു കൂടി വളരേണ്ടതിന്. Christ will come when the church has truly become fully zero. ക്രിസ്തു വരുന്നത് സഭ പൂർണ്ണമായിട്ടും പൂജ്യമായി തീരുമ്പോഴാണ്. And so I don't know, what is the church now? Maybe 20, 30, some number? ഇപ്പോൾ സഭ എന്തായിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. 20, 30 ഏതെങ്കിലും ഒരു എണ്ണമായിരിക്കാം. And you and I are a part of that church. ഞാനും നീയും ആ സഭയുടെ ഭാഗമാണ്. When we have finally, the whole church has become zero, then Christ is 100% and he can come. അവസാനം ആ സഭ പൂജ്യമായി തീരുമ്പോൾ, കർത്താവ് 100% തീരുമ്പോൾ ക്രിസ്തു വരും. So, dear brothers, dear sisters, dear children, which direction are you headed? പ്രിയ സഹോദര, പ്രിയ സഹോദരി കുഞ്ഞുങ്ങളെ, ഏത് ദിശയിലേക്കാണ് നിങ്ങൾ പോകുന്നത്? After you have been in the church for some time, are you getting bigger? നിങ്ങൾ സഭയിൽ ചില നാളുകളായതിനു ശേഷം നിങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണോ? Because you've been in the church for so long, are you more important? നിങ്ങൾ സഭയിൽ കുറെ നാളായതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രധാനപ്പെട്ടവരാണോ? To become zero means that we consider everybody in the church as more important than myself. സഭയിൽ പൂജ്യമായിരിക്കുക എന്നുള്ളത് നാം മറ്റുള്ളവരെല്ലാം അവരെല്ലാം എന്നേക്കാൾ പ്രധാനപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്നതാണ്. That's a verse from Philippians chapter 2. അത് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിലെ വാക്യമാണ്.
he says in verse 5 that we must have this attitude in yourselves which was also in Christ Jesus. അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. And what is that attitude? Verse 3, do nothing from selfishness or empty conceit, but with humility of mind regard everybody as more important than yourself. ആ മനോഭാവം എന്താണ്? മൂന്നാം വാക്യത്തിൽ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. Let's be honest with ourselves. നാം നമ്മോട് തന്നെ സത്യസന്ധരായിരിക്കാം. Sitting here just among us who are in this room, ഈ മുറിയിൽ ആയിരിക്കുന്ന നമ്മളുടെ ഇടയിൽ do you really think that everybody is more important than you? നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നുണ്ടോ മറ്റെല്ലാവരും നിങ്ങളെക്കാൾ ശ്രേഷ്ഠൻ ആണെന്ന്? Now maybe you don't think you're the most important person. ഒരുപക്ഷെ നിങ്ങൾ ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലായിരിക്കാം. You think I'm somewhere in the middle. നിങ്ങൾ എന്നാൽ ഇതിന്റെ മധ്യഭാഗത്ത് ഞാൻ ആയിരിക്കുന്നു എന്ന് That ചിന്തിക്കാം. brother, he's more important than me. ആ സഹോദരൻ എന്നെക്കാളും പ്രധാനപ്പെട്ടവനാണ്. That sister, yeah, she may be more important than me. ആ സഹോദരി ഒരുപക്ഷെ എന്നെക്കാൾ But പ്രധാനപ്പെട്ടവളാണ്. I'm not the lowest. എന്നാൽ ഞാൻ ഏറ്റവും ചെറിയവനല്ല. ചെറിയവൻ. Somebody else must be the lowest. മറ്റാരെങ്കിലും ഏറ്റവും ചെറിയ ആയിരിക്കും. I'm a little important. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ടവനാണ്. That means that you need to go down lower. അതിന്റെ അർത്ഥം ഇനിയും താഴേക്ക് And to പോകാനുണ്ടെന്നാണ്. be ready for Jesus to come means I must be going lower. യേശുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും താഴേക്ക് പോകണം. Do you think that you are less important than the children? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ കുഞ്ഞുങ്ങളെക്കാൾ നിങ്ങൾ പ്രാധാന്യം കുറഞ്ഞവരാണെന്ന്? Do we really think that? നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ചിന്തിക്കുന്നുണ്ടോ? For example, ഉദാഹരണത്തിന് I notice with very small children, ഞാൻ വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. if nobody talks to them, അവരോട് ആരും സംസാരിക്കുന്നില്ലെങ്കിൽ they'll find something to do. അവരെന്തെങ്കിലും ചെയ്യാനായിട്ട് They'll കണ്ടെത്തും. find some stick or some branch, something they'll do. ഒരു കോലോ ഒരു കമ്പോ അവർ കണ്ടെത്തും എന്തെങ്കിലും ചെയ്യാനായിട്ട്, If nobody talks to them. അവരോട് ആരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ. But adults, if nobody talks to them, എന്നാൽ മുതിർന്നവർ ആരും അവരോട് സംസാരിക്കുന്നില്ലെങ്കിൽ they sit there and they're upset. അവര് അവിടെ വിഷമിച്ചിരിക്കും. Nobody's talking to me. ആരും എന്നോട് Don't they സംസാരിക്കുന്നില്ല. know how important I am? ഞാൻ എത്ര പ്രധാനപ്പെട്ടവനാണെന്ന് അവർക്കറിയാം. Why nobody talks to me? എന്തുകൊണ്ടാണ് ആരും എന്നോട് That's സംസാരിക്കാത്തത്? a mark that I think I am some important person that people should talk to me. അത് ഒരു ഞാൻ എന്നെക്കുറിച്ച് മറ്റാരും സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ടവനാണെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. And we must decrease constantly until Christ comes. ഞാൻ കുറഞ്ഞു വരേണം തുടർച്ചയായിട്ട് ക്രിസ്തു വരുന്നത് Now, വരെ. Christ is coming at a particular time. ക്രിസ്തു ഒരു പ്രത്യേക സമയത്താണ് വരുന്നത്. That date we don't know. ആ തീയതി നമുക്കറിയില്ല. When Christ was on this earth, he also didn't know. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്കും അതറിയില്ലായിരുന്നു. Now I believe he's there and the Father knows what exact date and time and second that he's coming. ഇപ്പോൾ ക്രിസ്തുവിനും പിതാവും കർത്താവ് സ്വർഗത്തിലായിരിക്കുന്ന അവന് അറിയാം കൃത്യമായിട്ടുള്ള ദിവസവും സെക്കൻഡും വരെയും. And by that exact date and time, whoever has become zero will be taken up with him. ആ പ്രത്യേക സമയത്ത് ആരൊക്കെ പൂജ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അവര് കർത്താവിനോടൊത്ത്. That means I have a short amount of time left to really become a zero. അതിന്റെ അർത്ഥം എനിക്ക് വളരെ ചുരുങ്ങിയ ഒരു സമയം അവശേഷിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ പൂജ്യമായി തീരുവാൻ വേണ്ടി. Maybe you've become a little humble since you came to the church. ഒരുപക്ഷെ നിങ്ങൾ ഈ സഭയിൽ വന്നതിന് ശേഷം അല്പം താഴ്മയുള്ളവനായി. But dear brothers, dear sisters, dear children, do you have a zeal and a passion to really become zero before Jesus comes? എന്നാൽ പ്രിയ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പൂജ്യമായിരിക്കുവാൻ വേണ്ടി ഒരു അഭിമാനമുണ്ടോ ക്രിസ്തു വരുന്നതിന് മുമ്പേ? Otherwise we can fool ourselves. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വഞ്ചിക്കുവാൻ കഴിയും. Colossians chapter 1. കൊലോസ്യർ 1-ാം അധ്യായം. Jesus is coming to take his church, the bride, with him. യേശു തന്റെ സഭ തന്റെ മണവാട്ടിയായിട്ടുള്ള സഭയെ എടുക്കുവാൻ വരികയാണ്. We sang in that last song last night. കഴിഞ്ഞ രാത്രിയിൽ നാം അവസാനത്തെ പാട്ടിൽ പാടി. Wherever the lamb goes, the bride followed him.
എവിടെയൊക്കെ കുഞ്ഞാട് പോകുന്നുവോ അവിടെയെല്ലാം ആ മണവാട്ടി അവനെ അനുഗമിക്കുന്നു. Jesus humbled himself lower than everybody. യേശു എല്ലാവരെക്കാളും തന്നെത്താൻ താഴ്ത്തി. You know what I just said about, do you really think that everybody is more important than you? നിങ്ങൾ അറിയാമോ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ മറ്റെല്ലാവരും നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവരാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നു എന്ന്. Jesus actually lived that. യേശു യഥാർത്ഥത്തിൽ അത് ജീവിച്ചു. If Jesus was here physically in this room, യേശു ഈ മുറിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ he ഉണ്ടായെങ്കിൽ would actually think, you all are more important than me. അവൻ യഥാർത്ഥമായും ചിന്തിക്കും, നിങ്ങളെല്ലാവരും എന്നേക്കാൾ പ്രധാനപ്പെട്ടവരാണെന്ന്. Can you imagine that? അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? Jesus, who received worship from people on this earth. യേശു ഈ ഭൂമിയിൽ ആളുകളിൽ നിന്നും ആരാധന സ്വീകരിച്ചവൻ. Jesus, who spoke with such authority. ഈ ഇത്രമാത്രം അധികാരത്തോടെ സംസാരിച്ച യേശു, Jesus, who did so many miracles, വളരെയധികം അത്ഭുതങ്ങൾ ചെയ്ത യേശു, even raised people from the dead. ആളുകളെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ. His ministry was greater than any other human being that has ever lived on this earth. ഈ ഭൂമിയിൽ ജീവിച്ച മറ്റേതൊരു മനുഷ്യനേക്കാളും വലിയതായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ. And yet, when he was here on this earth, he thought everyone else is more important than me. എങ്കിലും താൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശു ചിന്തിച്ചത് മറ്റെല്ലാവരും എന്നേക്കാൾ പ്രധാനപ്പെട്ട ശ്രേഷ്ഠരാണ് എന്ന്. And that's why we're told in Philippians to have this attitude which Jesus had. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർ 2 പറഞ്ഞത്, ക്രിസ്തുയേശുവിലുള്ള ഇതേ ഭാവം തന്നെ നിങ്ങളിലും ആകട്ടെ. And here we read in Colossians 1 verse 18 ഇവിടെ കൊലോസ്യർ 1:18 വാക്യത്തിൽ നാം വായിക്കുന്നത്, that Jesus is now the head of the body, the church, and he is the beginning, the firstborn from the dead, so that he himself will come to have the first place in everything. യേശു സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. And this first place, the actual literal word there is he must fill the whole place. മുമ്പനാകേണ്ടതിന് എന്നുള്ളത് അതിന്റെ യഥാർത്ഥ അർത്ഥം ആ മുഴുവൻ സ്ഥലവും കർത്താവിനാൽ നിറയണം എന്നാണ്. So God's goal is that Jesus should fill the whole place, which means there's nothing of me left. ദൈവത്തിന്റെ ലക്ഷ്യം യേശു ആ മുഴുവൻ സ്ഥലവും നിറഞ്ഞു നിന്ന് എന്നിൽ ഞാൻ ഒട്ടും ഇല്ലാതെയായി തീരണം. And this is how God will have the first place. This is how Jesus will bring everything in subjection to his feet. ഇങ്ങനെയാണ് കർത്താവിന് ആദ്യത്തെ സ്ഥാനം നൽകുന്നത്. കർത്താവ് എല്ലാത്തിനെയും യേശുവിനെ കീഴാക്കി തീർക്കുന്നത്. I want to show you a verse in Romans chapter 16. നിങ്ങളെ റോമർ 16 നിന്ന് ഒരു വാക്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. How will Jesus destroy everything, bring everything in subjection to his feet and destroy Satan? യേശു എല്ലാത്തിനെയും തനിക്ക് കീഴാക്കി പിശാചിനെ നശിപ്പിച്ചു കളയുന്നത് എങ്ങനെയാണെന്ന്. We heard about the God of peace already earlier this morning. നാം സമാധാനത്തിന്റെ ദൈവത്തെക്കുറിച്ച് ഈ രാവിലെ മുമ്പേ കേട്ടുവല്ലോ. Here we read in Romans 16 verse 20. ഇവിടെ നാം റോമർ 16:20 വായിക്കുന്നു, The God of peace will soon crush Satan under your feet, the church. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും, സഭയുടെ കാൽ കീഴെ. You see how Jesus is going to bring everything in submission to him. യേശു എല്ലാത്തിനെയും തനിക്ക് കീഴാക്കി തീർക്കുന്നത് എങ്ങനെയെന്ന് നാം കാണുന്നു. He is the head and we are the body. താൻ തലയും നാം ശരീരവുമാവുന്നു. And he's going to crush Satan under the feet. യേശു പിശാചിനെ തന്റെ കാൽ കീഴെ ചതച്ചു Which കളയുന്നു. means he's going to use the church to crush Satan. അതിന്റെ അർത്ഥം താൻ സഭയെ ഉപയോഗിച്ചാണ് പിശാചിനെ ചതച്ചു കളയുന്നത്. Now he's already defeated Satan on the cross. ക്രൂശിൽ പിശാചിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞതാണ്. But now he's going to crush Satan. ഇപ്പോൾ അവനെ ചതയ്ക്കുവാൻ പോവുകയാണ്. Satan is going to be defeated and crushed. പിശാച് പരാജയപ്പെടുകയും ചതയ്ക്കപ്പെടുകയും ചെയ്യുന്നു. The defeating has already happened on the cross. പരാജയം ആ ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. Now how is the crushing going to happen?
ഇപ്പോൾ എങ്ങനെയാണ് ആ ചതയ്ക്കൽ സംഭവിക്കാൻ പോകുന്നത്? Satan is defeated. പിശാച് പരാജയപ്പെട്ടവനാണ്. But does he still have some influence in your life? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? Is he still able to hold you in worry and anxiety and fear? ഇപ്പോഴും നിങ്ങളെ ഭയത്തിലും ആകുല ചിന്തയിലും ഒക്കെ പിടിച്ചു വയ്ക്കുവാനായിട്ട് അവന് കഴിയുന്നുണ്ടോ? That means he's not crushed. അതിന്റെ അർത്ഥം അവൻ ചതയ്ക്കപ്പെട്ടിട്ടില്ല എന്ന്. God wants to crush Satan. കർത്താവിന് പിശാചിനെ ചതയ്ക്കുവാൻ ആഗ്രഹമുണ്ട്. And how is he going to do that? എങ്ങനെയാണ് അവൻ ചെയ്യാൻ പോകുന്നത്? You and I are subject to Christ the head. ഞാനും നിങ്ങളും ക്രിസ്തു എന്ന തലയോട് കീഴ്പ്പെട്ടിരിക്കുന്നു. If I have become a zero so that Christ can have all authority in my life, ഞാൻ പൂജ്യമായി തീർന്നതിന് ശേഷം ക്രിസ്തുവിന് എന്റെ ജീവിതത്തിൽ മുഴുവൻ അധികാരവും then ലഭിക്കുന്നു. the head can tell the feet, crush Satan, and he's crushed. അങ്ങനെയെങ്കിൽ ആ തലയ്ക്ക് കാലിനോട് പറയാൻ കഴിയും, അവനെ ചതയ്ക്കുക, അങ്ങനെ പിശാച് ചതച്ചു. You know that this whole body is completely submitted to the head. നമുക്കറിയാമല്ലോ, ഈ മുഴുവൻ ശരീരവും പൂർണ്ണമായിട്ടും തലയോട് കീഴ്പ്പെട്ടിരിക്കുന്നു. Even a little finger, the head says move and the finger moves. ഒരു ചെറിയ വിരൽ തല അതിനോട് അനങ്ങാൻ പറയുമ്പോൾ അത് അനങ്ങുന്നു. A little toe, the head can say move the toe, it'll move. കാലിന്റെ ചെറുവിരൽ പോലും തല ചലിക്കാൻ പറയുമ്പോൾ ചലിക്കുന്നു. But if there's a part of the body that says no, I don't want to subject to the head, I want my own plan, എന്നാൽ ഏതെങ്കിലും ശരീരഭാഗം ഇല്ല, എനിക്ക് ആ തലയെ അനുസരിക്കേണ്ട, എനിക്ക് എന്റെ തന്നെ പദ്ധതികളുണ്ട്, that part is not really part of the body. അങ്ങനെ പറയുന്നെങ്കിൽ ആ അവയവം യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ അവയവമല്ല. The mark of the body is that the whole body is submitted to the head. ശരീരത്തിന്റെ അവയവങ്ങളുടെ അടയാളം മുഴുവൻ ശരീരവും തലയോട് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. Ask yourself, dear brothers, dear sisters, dear children, are you fully submitted to Christ the head in the church? നിങ്ങളോട് തന്നെ ചോദിക്കുക, പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, നിങ്ങൾ പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവോ? Then Christ will be able to crush Satan under your feet. അപ്പോൾ ക്രിസ്തുവിന് പിശാചിനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുവാൻ കഴിയും. We see a beautiful principle of spiritual authority in Genesis chapter 2, in the beginning of mankind. മനുഷ്യകുലത്തിന്റെ ആരംഭത്തിന് മുമ്പേ ആത്മീയ അധികാരത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം നാം വായിക്കുന്നു. With all of the rest of creation, മറ്റ് സൃഷ്ടിയുടെ മറ്റ് സൃഷ്ടിയുമായിട്ട് we see that God just made it from the earth. നാം കാണുന്നു, ദൈവം അതിനെ ഭൂമിയിൽ നിന്നും അതിനെ സൃഷ്ടിച്ചു. But when he made man, he uses a very specific word, used a very specific thing that we don't see that he used that with the rest of creation. മറ്റ് സൃഷ്ടികളിൽ ഉപയോഗിക്കാത്ത ഒരു കാര്യം ദൈവം മനുഷ്യന്റെ സൃഷ്ടിയിൽ ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നു. In Genesis 2 verse 7, ഉൽപ്പത്തി 2:7 we see that the Lord God formed human beings out of dust from the ground. കർത്താവായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ടു. I don't see that he says that dust was used for the monkeys and the giraffe and the elephant and the lion or the trees. ഇവിടെ കുരങ്ങന്മാരെയും ജിറാഫിനെയും ആനകളെയും മരങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുവാനായിട്ട് ഇവിടെ പൊടി ഉപയോഗിച്ചില്ല. And so I believe there's a beautiful principle there that God was showing us. I'm going to use dust. അവിടെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദൈവം പറയുന്നത്, ഞാൻ പൊടിയെ ഉപയോഗിക്കുന്നു. See, dust, if there was some dust here, you cannot see it with your eyes. ഇവിടെ ഒരു പൊടി ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. Even if there was some mud here, you could see it. ഒരു ചെളി ഉണ്ടെങ്കിൽ അതെനിക്ക് കാണാൻ കഴിയും. But dust is mud that has been crushed even more, so fine you cannot even see it. എന്നാൽ പൊടി എന്നാൽ വളരെ ചെറുതായിട്ട് പൊടിച്ചപ്പെട്ട ചെളിയാണ്, അത് എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയില്ല. If you wipe your finger, then you can see, there's some dust there, so small. നിങ്ങൾ വിരൽ കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് കാണാൻ കഴിയും. And then we read in Genesis chapter 1 in verse 28, വീണ്ടും നാം ഉൽപ്പത്തി 1:28 വായിക്കുന്നുണ്ട്. After God made man and woman out of this dust,
ഈ പൊടിയിൽ നിന്നും മനുഷ്യനെയും സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചതിന് Then ശേഷം he said to them, rule, this is the middle of verse 28, rule, subdue the earth and rule over everything on the earth. 28-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക എന്ന്. So God's way of establishing his authority through us is this. തന്റെ അധികാരം നമ്മിലൂടെ സ്ഥിരപ്പെടുത്തുന്നതിന് ദൈവത്തിന്റെ വഴി ഇങ്ങനെയാണ്. See, God already has all authority. He is God. He is in control. ദൈവത്തിന് എല്ലാ അധികാരവും ഉണ്ട്. അവൻ ദൈവമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. But he wants to establish his authority through human beings. That's why he made us in his image. എന്നാൽ തന്റെ അധികാരം മനുഷ്യരിലൂടെ സ്ഥാപിക്കുവാനാണ് കർത്താവിന് ആഗ്രഹം. അതുകൊണ്ടാണ് തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. God cannot establish his authority even through the elephant, as big as it is. അത്രയും വലിയ ആനയിൽ കൂടി ദൈവത്തിന് തന്റെ അധികാരം സ്ഥാപിക്കുവാൻ കഴിയില്ല. Those through whom God establishes his authority on this earth are the dust. തന്റെ അധികാരം ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുന്നത് പൊടിയിലൂടെയാണ്. And God wants to ultimately destroy Satan, who's more powerful than any other force on earth. ആത്യന്തികമായിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ ശക്തികളെക്കാളും ശക്തിയേറിയ പിശാചിനെ ചതയ്ക്കുവാനായിട്ട് Through us who are just dust. നാം പൊടിയായിരിക്കുന്ന നമ്മിലൂടെ ആണ് പിശാചിനെ നശിപ്പിക്കുവാൻ. Now we are all dust. ഇപ്പോൾ നാം എല്ലാവരും പൊടിയാണ്. But we think we are something. എന്നാൽ നാം ചിന്തിക്കുന്നത് നാം എന്തോ ആണെന്നാണ്. Because I'm so intelligent or good looking or this or so gifted, I think I am something. ഞാൻ ബുദ്ധിയുള്ളതോ കാണാൻ ഭംഗിയുള്ളതോ മറ്റ് എന്തെങ്കിലും ഞാൻ വരപ്രാപ്തിയുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഞാൻ And ചിന്തിക്കുന്നു. as long as I think I am something, God cannot establish his authority through me. ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്നിടത്തോളം ദൈവത്തിന് തന്റെ അധികാരം എന്നിലൂടെ സ്ഥാപിക്കുവാൻ കഴിയില്ല. God has given us time before his return ദൈവം തന്റെ മടങ്ങി വരുവതിന് മുമ്പേ നമുക്ക് സമയം to തന്നിരിക്കുന്നു. crush us and break us to the point where we become dust. നമ്മെ നുറുക്കി പൊടിച്ച് ഒരു പൊടിയാകുന്നത് വരെ. And then, like we saw in Genesis 2 verse 7, he breathes into that dust and now we have authority. അതിനുശേഷം നാം ഉൽപ്പത്തി 2-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ഇപ്പോൾ നമുക്ക് അധികാരമുണ്ട്. So, dear brothers and sisters and children, remember this. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഇത് ഓർത്തിരിക്കുക. That our goal before Christ comes, whenever that date is, നമ്മുടെ ലക്ഷ്യം ക്രിസ്തു വരുന്നത് ഏത് തീയതിയാണെങ്കിലും അതുവരെയുള്ളത്. that God will have been able to break us and crush us to the point where we become zero, and then we'll be ready for Christ's coming. ദൈവത്തിന് നമ്മെ നുറുക്കി പൊടിച്ച് നാം പൂജ്യമാകുന്നത് വരെ ചെയ്യണം. അങ്ങനെ നാം ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിത്തീരും. Let me give you a little example. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകട്ടെ. God is more interested in your being ready for Jesus coming than in answering and giving you something here on this earth. കർത്താവിന് യേശുവിന്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കുക എന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ നൽകുന്നതിനേക്കാൾ കർത്താവിന് പ്രധാനപ്പെട്ടത്. Maybe you have some sickness that you deal with. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അസുഖം You നിങ്ങൾക്കുണ്ടായിരിക്കാം. say, Lord, please heal me, please heal me. നിങ്ങൾ പറയും, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ Maybe it's എന്ന്. a constant pain you have to deal with. നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള വേദനയുണ്ട്, അതിലൂടെ കടന്നു No, പോകുന്നു. it's good to pray and ask God to heal. അത് പ്രാർത്ഥിച്ച് കർത്താവിനോട് സൗഖ്യം ചോദിക്കുന്നത് നല്ലതാണ്. And certainly God has the power to heal. തീർച്ചയായിട്ടും നിങ്ങളെ സൗഖ്യമാക്കുവാനുള്ള And ശക്തി we must ദൈവത്തിനുണ്ട്. believe that He has the power to heal. കർത്താവിന് സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ടെന്ന് നാം വിശ്വസിക്കണം. However, if He knows that by allowing me to still have that sickness, He can break me and make me zero before He comes, എന്നാൽ ഈ അസുഖം അതിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ കൂടുതലായിട്ട് നുറുക്കുവാനും പൊടിക്കുവാനും ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് കഴിയുന്നുവെന്ന് കർത്താവ് അറിയുന്നുവെങ്കിൽ, then He'll say, Santosh, trust me, I want you to be ready for my coming. കർത്താവ് പറയും, സന്തോഷ്, എന്നെ വിശ്വസിക്കുക, നീ കർത്താവിന്റെ വരവിന് ആയിട്ട് തയ്യാറായിരിക്കാൻ ഞാൻ If I ആഗ്രഹിക്കുന്നു. heal you now, you will still think you're so important or gifted, and I won't be able to break you.
നിന്നെ ഇപ്പോൾ ഞാൻ സൗഖ്യമാക്കിയാൽ നീ ചിന്തിക്കും ഞാൻ പ്രധാനപ്പെട്ടവനാണെന്നും ഒക്കെ അങ്ങനെ നിന്നെ നുറുക്കുവാൻ എനിക്ക് കഴിയാതെ വരും. So I've heard your prayer and I'm glad you trust me that I can heal you. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നീ നിന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നതിനെ കുറിച്ചും എനിക്ക് സന്തോഷമുണ്ട്. But I'm not going to heal you because I want you to be ready for my coming. I want you to be zero by then. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നില്ല, കാരണം നീ പൂജ്യമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വരവിന് മുമ്പായിട്ട് നീ തയ്യാറായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. This is quite different from what you will hear in a lot of other churches. മറ്റ് പല സഭകളിലും കേൾക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്. Who say, trust God, He'll heal you and He'll do this for you, He'll bless you. അവിടെ പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുവിൻ, അവൻ നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെയാണ്. When we see things from eternity's perspective, നാം നിത്യതയുടെ വെളിച്ചത്തിൽ ആ കാര്യങ്ങളെ കാണുമ്പോൾ we'll realize that the greatest thing of all is to be ready for Jesus to come. നാം തിരിച്ചറിയും കർത്താവിന്റെ വരവിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. Even greater than God completely healing me of cancer, let's say. കർത്താവ് എന്നെ ക്യാൻസറിൽ നിന്നും പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത്. I think when we look back from eternity's perspective, ഞാൻ ചിന്തിക്കുന്നത് നാം നിത്യതയിൽ നിന്നും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, I know when we look back from eternity's perspective, നിത്യതയുടെ വെളിച്ചത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ we will see how we will be so thankful that God didn't answer our prayers the way we wanted Him to answer. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം നൽകപ്പെടണം എന്നുള്ള രീതിയിൽ ദൈവം അതിന് ഉത്തരം അല്ലാത്തതിനെ കുറിച്ച് നാം നന്ദിയുള്ളവരായിരിക്കുമെന്ന് ഞാൻ. Because we'll see two paths from that point in our lives. കാരണം നാം കാണുന്നു നമ്മുടെ ജീവിതത്തിലെ ആ ഘട്ടത്തിൽ നിന്നും രണ്ട് വഴികൾ. One path, if He had answered my prayer and given me what I wanted. ഒരു വഴി എൻ്റെ പ്രാർത്ഥന അപ്പം അതിന് ഉത്തരം നൽകി ഇരുന്നെങ്കിൽ, and I would not have been broken and crushed. അവിടെ ഞാൻ നുറുക്കപ്പെടുകയോ പൊടിക്കപ്പെടുകയോ ചെയ്യാതെ ഇരിക്കും. The other path, because He did not give me what I wanted or delayed, മറ്റേ വഴി അവൻ എനിക്ക് ആ സമയത്ത് ഉത്തരം അറിയാതെ അത് വൈകിയപ്പോൾ, that He was able to crush me and make me a zero so that I was ready for Jesus to come. കർത്താവിനെ എന്നെ നുറുക്കുവാനും ഞാൻ ഒരു പൂജ്യമായി തീരുവാനും അങ്ങനെ ക്രിസ്തുവിന്റെ വരവിന് ഞാൻ ഒരുക്കപ്പെടുകയും ചെയ്തു. God causes all things to work together for good. We heard that. ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത് നാം കേട്ടു. So that verse 29, Romans 8:29, we will be conformed into the image of Jesus. നാം റോമർ 8:29 നാം യേശുവിന്റെ സാദൃശ്യത്തിനോട് അനുരൂപമായി തീരേണ്ടതിന്. And the only way God can do that is if we have become zero. അത് ചെയ്യാൻ ദൈവത്തിന് കഴിയുന്ന ഒരേ ഒരു രീതി നാം പൂജ്യമായി തീരുമ്പോഴാണ്. I must decrease so that He may increase. ഞാൻ കുറയണം, അവൻ വളരേണ്ടതിന്. So the only way I can be fully conformed into the image of Jesus, ഞാൻ യേശുവിന്റെ സാദൃശ്യത്തോട് പൂർണ്ണമായിട്ടും അനുരൂപരാകുന്നതിന് ഒരേ ഒരു വഴി. Conformed means every part of Santosh has been turned into Jesus. അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ സന്തോഷിന്റെ എല്ലാ ഭാഗവും യേശുവായിട്ട് തീർന്നിരിക്കുന്നു. So think of your whole life like 100 pieces of you. നിങ്ങളുടെ ജീവിതം മുഴുവൻ ജീവിതവും നിങ്ങളുടെ 100 കഷ്ണങ്ങൾ എന്ന് ചിന്തിക്കുക. And little by little God is turning this piece is Jesus now, not Santosh. കുറേശ്ശെ ഈ കഷ്ണത്തെ ഇപ്പോൾ യേശുവായി തീർന്നു, സന്തോഷമല്ല. Jesus, little by little He's turning every piece of my life into Jesus. യേശു ദൈവം ഓരോ ചെറുതായിട്ട് ഓരോ കഷ്ണങ്ങളും യേശുവായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. So when I came to Christ, it was 100% Santosh, 0 Jesus. ഞാൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ 100% സന്തോഷവും 0 യേശുവുമായിരുന്നു. Little by little Jesus started to increase in my life. കുറേശ്ശെ യേശു എന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. For Him to increase, I had to decrease. അവൻ വർദ്ധിച്ചു വരേണ്ടതിന് ഞാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കണം. You cannot increase and Christ increase. ഞാൻ വർദ്ധിച്ചു വരുന്ന സമയത്ത് ക്രിസ്തുവിന് വർദ്ധിക്കുവാൻ കഴിയില്ല. Which means if you've been in the church for 5 years and you have increased, അതിന്റെ അർത്ഥം നിങ്ങൾ 5 വർഷമായിട്ട് സഭയിൽ ഉണ്ടായിട്ട് നിങ്ങൾ വർദ്ധിച്ചു വരികയാണെങ്കിൽ Christ has decreased. അങ്ങനെയെങ്കിൽ ക്രിസ്തു കുറയുകയാണ് ചെയ്തത്. The only way Christ can increase in our lives and in the church is if we decrease. നമ്മുടെ ജീവിതത്തിലും സഭയിലും ക്രിസ്തു വളർന്നു വരുവാനായിട്ടുള്ള ഒരേ ഒരു വഴി നാം ചെറുതാകുന്നതാണ്. Finally, when the last piece is also of Santosh is also turned to Christ, fully conformed to the image of Jesus. സന്തോഷിന്റെ അവസാന കഷ്ണവും ക്രിസ്തുവിലേക്ക് അനുരൂപരായി കഴിഞ്ഞാൽ
പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് അനുരൂപനായി Now, കഴിഞ്ഞിരിക്കുന്നു. I put my name there, but you put your name there. ഞാൻ എന്റെ പേരാണ് അവിടെ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പേര് അവിടെ ചേർക്കുക. And God knows that if He answers your prayer, that area of your life, that one piece, He won't be able to turn into Jesus. ദൈവത്തിന് അറിയാം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക കഷ്ണം യേശു ആക്കി തീർക്കാൻ അവന് കഴിയില്ല എന്ന്. God's one purpose for our life is that 100% Jesus in every one of us. യേശുവിന്റെ ഒരേ ഒരു ലക്ഷ്യം നമ്മൾ എല്ലാവരിലും 100% യേശു ആക്കുക എന്നുള്ളതാണ്. That's why He is working in our lives. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. This happened to Paul ഇത് പൗലോസിന് സംഭവിച്ചു. in 2 Corinthians chapter 12. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ Paul was a mighty apostle of God. പൗലോസ് ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠനായ He അപ്പോസ്തലനായിരുന്നു. had even healed other people. അദ്ദേഹം മറ്റുള്ളവരെ സൗഖ്യമാക്കുക വരെ ചെയ്തു. And they say that they recognized his power, that they even asked for his handkerchief, thinking that that handkerchief would have power to heal others. അവരവന്റെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ട് അവന്റെ തൂവാല കൂടി ലഭിക്കുവാൻ ആഗ്രഹിച്ചു, അത് അവരെ സൗഖ്യമാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട്. And this same man, he also had a sickness in his body. ഈ മനുഷ്യന് അവനിൽ തന്നെ ഒരു അസുഖമുണ്ടായിരുന്നു. And he didn't want to be healed in his body because he was like, oh, this is so painful, or I want to go do this and do that other thing. അവൻ അതിൽ നിന്നും സൗഖ്യമാകുവാൻ ആഗ്രഹിച്ചതിന്റെ കാരണം എനിക്ക് ഇത് വളരെ വേദന ഉളവാക്കുന്നതാണെന്നും എനിക്ക് അവിടെ ഇവിടെയൊക്കെ പോയി ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് കൊണ്ടൊന്നുമല്ല. He was saying, Lord, this sickness is affecting my ability to be useful for you. അവൻ പറഞ്ഞത്, കർത്താവേ, ഈ അസുഖം അങ്ങേക്ക് പ്രയോജനപ്പെടുവാൻ അതിനൊരു തടസ്സമായി തീരുന്നു എന്നുള്ളതാണ്. In another place he says, Lord, my body is for you. മറ്റൊരു സ്ഥലത്ത് അവൻ പറയുന്നത്, കർത്താവേ, എന്റെ ശരീരം അങ്ങയുടേതാണ്. So please heal my body because I want to live it. It's for you anyway. അത് അങ്ങേക്കുള്ളതാണ്, അതുകൊണ്ട് എന്നെ സൗഖ്യമാക്കണമേ. And then God says, no. He says in verse 7, he calls it a thorn in the flesh. Verse 7. 7-ാം അധ്യായത്തിൽ പറയുന്നു, അതിനെ ഒരു മുള്ളായിട്ട് പറയുന്നു. And then the Lord says in verse 8, and he says, I begged the Lord 3 times to take it away from me. ഞാൻ കർത്താവിനോട് 3 പ്രാവശ്യം അത് എടുത്തു മാറ്റുവാനായിട്ട് ചോദിച്ചു. And the first time I think he didn't get an answer. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചിന്തിക്കുന്നത് അവനൊരു ഉത്തരം ലഭിച്ചില്ല എന്നാണ്. Then second time he's saying, Lord, please take away this illness. Still no answer. രണ്ടാമത്തെ പ്രാവശ്യവും കർത്താവേ, ഈ അസുഖം മാറ്റി തരണമേ. വീണ്ടും ഉത്തരമില്ല. And third time he prayed, Lord, you can take it away. You've healed other people through me. Now you can heal me. മൂന്നാമത്തെ പ്രാവശ്യം, കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ. അങ്ങ് മറ്റുള്ളവരെ സൗഖ്യമാക്കിയല്ലോ, എന്നെ സൗഖ്യമാക്കണമേ. And finally the third time he got his answer. മൂന്നാമത്തെ പ്രാവശ്യം അവസാനമായിട്ട് പൗലോസ് ഉത്തരം The ലഭിച്ചു. answer was, എന്തായിരുന്നു ഉത്തരം എന്നറിയാമോ? I'm not going to heal you ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നില്ല. because I want to give you my grace. കാരണം എനിക്ക് എന്റെ കൃപ നിനക്ക് ഞാൻ By നൽകണം. grace I can transform that one piece, Paul, to become like Jesus. കൃപയിലൂടെ ആ ഒരു കഷ്ണത്തെ യേശുവിനോട് ആക്കി തീർക്കാൻ. My power to turn that piece from Paul to Jesus is perfected, it says in verse 9, through weakness. ആ കഷ്ണത്തെ പൗലോസിൽ നിന്നും ക്രിസ്തുവാക്കി തീർക്കുവാനായിട്ടുള്ള എൻ്റെ ശക്തി verse 9. For power is perfected in weakness. അത് എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. And then Paul realized it when what God was doing. അങ്ങനെ പൗലോസ് തിരിച്ചറിഞ്ഞു കർത്താവ് ചെയ്ത കാര്യം. So he says, most gladly therefore I will rather boast about my weaknesses so that the power of Christ may dwell in me. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. Paul saw that God was able to use his power to flip that piece from Paul to Christ through weakness. ആ ബലഹീനതയിൽ ദൈവത്തിന് ആ കഷ്ണത്തെ പൗലോസിൽ നിന്ന് ക്രിസ്തുവാക്കി തീർക്കുവാൻ കഴിയുമെന്നുള്ളത് തിരിച്ചറിഞ്ഞു. So then he says, verse 10, therefore I am well content with weaknesses, with insults, with distresses, with persecutions, with difficulties. For Christ's sake,
Because when I am weak, then I am strong. അതിനുശേഷം 10-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. You see, dear brothers, dear sisters, it is when you are weak that you are actually strong. നിങ്ങൾ കാണുന്നുണ്ടോ പ്രിയ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ബലഹീനരായിരിക്കുമ്പോഴാണ് നിങ്ങൾ ശക്തരായിരിക്കുന്നത്. And you're strong because Christ now, that piece that was you, which is now weak, is become Christ. It's strong. നിങ്ങളായിരുന്ന ആ കഷ്ണം അത് ഇപ്പോൾ ബലഹീനമാണ്, എന്നാൽ അത് ക്രിസ്തുവായി തീർന്നു, ഇപ്പോൾ ശക്തമായി. This is God's plan for our lives. ഇതാണ് ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. Before I close, I would just share a few proofs, some indications that we are actually decreasing. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നാം യഥാർത്ഥത്തിൽ കുറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ചില സൂചനകൾ നൽകുവാൻ ഞാൻ One of the proofs that you are decreasing and Christ is increasing നാം കുറയുന്നുവെന്നും ക്രിസ്തു വളരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചില is that you stop grabbing things. അതിനുള്ള ഒരു തെളിവ് നിങ്ങൾ കാര്യങ്ങൾ പിടിച്ചു വെക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. The world is full of people that are grabbing. ആളുകൾ ഈ ലോകത്തിൽ മുഴുവൻ പിടിച്ചു വാങ്ങുന്ന ആളുകളെ കൊണ്ട് I want to നിറഞ്ഞിരിക്കുകയാണ്. grab that job. ആ ജോലി എനിക്ക് പിടിച്ചു വാങ്ങണം. Or if I'm a young man, I want to grab that young woman to marry her. ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആൺകുട്ടി, ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹത്തിൽ വേണം. Or young sister, I want to grab that brother before somebody else marries him. മറ്റ് ആരെങ്കിലും ആ സഹോദരനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കണം. Grab that ministry. ആ ശുശ്രൂഷ എനിക്ക് വേണം. I want to grab that friend. I want her to be my friend. ആ സുഹൃത്തിനെ അവൾ എന്റെ സുഹൃത്തായി തീരണം. This is the world. ഇതാണ് ലോകം. And when God crushes us and makes us like dust, we stop grabbing. കർത്താവ് നമ്മളെ നുറുക്കി ഒരു പൊടിയാക്കി തീർക്കുമ്പോൾ നാം പിടിച്ചു പറിക്കുന്നത് നിർത്തും. You can see this in the life of Jacob, for example. നാം ഇത് യാക്കോബിന്റെ ജീവിതത്തിൽ കാണുന്നു. He was so smart. He grabbed everything and God allowed him to grab it. അവൻ വളരെ സമർത്ഥനായിരുന്നു. അവൻ എല്ലാത്തിനെയും പിടിച്ചു പറിക്കുകയും ദൈവം അതിനെ അനുവദിക്കുകയും ചെയ്തിരുന്നു. And he grabbed it by deceiving. അവൻ അതിനെ വഞ്ചനയിലൂടെയാണ് പിടിച്ചു പറിച്ചുകൊണ്ടിരുന്നത്. Started out by telling his own father, I'm Esau. I'm pretending to be somebody else. തുടങ്ങിയത് തന്റെ പിതാവിനെ വഞ്ചിച്ചുകൊണ്ടാണ്, ഞാൻ ഏശാവാണെന്ന് പറഞ്ഞുകൊണ്ട്. You know how we do that in the world? അങ്ങനെ മറ്റാരുമാണ് അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ ലോകത്തിൽ? In order to impress others, because I want to grab their reputation. മറ്റുള്ളവരെ അവരെ പ്രസാദിപ്പിക്കേണ്ടതിന്, അവരുടെ ബഹുമാനം എനിക്ക് പിടിച്ചു പറിക്കേണ്ടതിനായിട്ട്. I want to grab their love or grab their friendship. അവരുടെ സ്നേഹമോ അവരുടെ സുഹൃബന്ധമോ ഞാൻ പിടിച്ചു പറിക്കണം. I want them to think highly of me, so I pretend to be somebody. അവര് എന്നെ കുറിച്ച് വലിയ ഒരു അതായിട്ട് ചിന്തിക്കണം, അതുകൊണ്ട് ഞാൻ ആരോ ആണെന്ന് ഞാൻ അഭിനയിക്കുന്നു. In the church, I talk all religious talk. സഭയിൽ ഞാൻ വളരെ ആത്മീയമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നു. With my friends in the world or the workplace or school, I talk their kind of talk. സ്കൂളിലോ ജോലി സ്ഥലത്തോ അവരുടെ രീതിയിലുള്ള സംസാരം ഞാൻ സംസാരിക്കുന്നു. What is all that? That's grabbing. അതെല്ലാം പിടിച്ചു I പറിക്കുന്നതാണ്. want to grab their love and I want to fit in. അവരുടെ സ്നേഹം എനിക്ക് വേണം, എനിക്ക് അതിലേക്ക് ചേർന്ന് വരണം. And that's why I pretend. അത് അങ്ങനെ ഞാൻ അഭിനയിക്കുന്നു. Jacob was trying to grab the birthright, and so he pretended. ആ ജന്മാവകാശം പിടിച്ചു പറിക്കുവാനായിട്ട് യാക്കോബ് ആഗ്രഹിച്ചു, അതുകൊണ്ട് അവൻ അഭിനയിച്ചു. You know the story. He says, I'm Esau, Dad. ആ സ്റ്റോറി, ആ കഥ നിങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, ഞാൻ ഏശാവാണ് അപ്പ. He gets the birthright. അവൻ ആ അവകാശം ലഭിച്ചു. And he thinks, I got it. അവൻ ചിന്തിച്ചു, എനിക്ക് ലഭിച്ചു. And the blessing, that is. ആ അനുഗ്രഹം. Before that, he cheated Esau to get the birthright also. അതിനു മുമ്പേ ഏശാവിനെയും ആ അനുഗ്രഹം And ലഭിക്കേണ്ടതിന് അവൻ then he has to run for his life. അതിനുശേഷം അവന്റെ ജീവന് വേണ്ടി ഓടാണ്ടി വന്നു. Now God is trying to crush this grabber. ഇപ്പോൾ ദൈവം ഈ പിടിച്ചുപറിക്കാരനെ നുറുക്കുവാൻ He ശ്രമിക്കുകയാണ്. runs away and his own uncle deceives him. അവൻ ഓടിപ്പോയിട്ട് അവന്റെ തന്നെ അങ്കിള് അവനെ വഞ്ചിച്ചു. He sees a beautiful girl and says, I want to grab her. അവൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നു, അവളെ എനിക്ക് വേണം. And his own uncle, who's supposed to help him, deceives him and gets him to marry some other girl. അവനെ സഹായിക്കേണ്ട അവന്റെ അമ്മാവൻ അവനെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെൺകുട്ടിയെ അവന് കൊടുക്കുന്നു. And then he says, okay, you still want the original girl, then you got to work for me extra. എന്നിട്ട് പറയുന്നു, നിനക്ക് ഈ പെൺകുട്ടിയാണോ വേണ്ടതെങ്കിൽ
വീണ്ടും കൂടുതൽ സമയം എനിക്ക് വേണ്ടി God ജോലി is ചെയ്യുക. watching all of this, and He has a purpose for Jacob. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാക്കോബിനെ കുറിച്ച് തനിക്ക് ഒരു പദ്ധതിയുണ്ട്. That line from Abraham and Isaac must come through Jacob to Jesus eventually. അബ്രഹാമിനെയും ഇസഹാക്കിലെയോടുള്ള ആ വഴി അവസാനം യാക്കോബിലൂടെ യേശു ക്രിസ്തുവിൽ വരെ വരണം. And here's some blockage. ഇവിടെ അതിനൊരു തടസ്സമുണ്ട്. This grabber, he's standing in the way. പിടിച്ചുവരക്കാരൻ ആ വഴിയിൽ You നിൽക്കുന്നു. know how in the pipes the water is trying to flow, പൈപ്പുകളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ and then there's a blockage there, so the water cannot go. അവിടെ ഒരു തടസ്സമുണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്, വെള്ളത്തിന് This ഒഴുകാൻ is കഴിയുന്നില്ല. God's purpose is trying to flow through Jesus now to us. ദൈവത്തിന്റെ പദ്ധതി യേശുവിലൂടെ നമ്മിലേക്ക് ഒഴുകാനാണ്. But Jacob is standing in the way. എന്നാൽ യാക്കോബ് നടുവിൽ നിൽക്കുകയാണ്, Grabber. പിടിച്ചുപറിക്കാരൻ. So God has to break him and make it like dust so that the blessing can flow. ദൈവത്തിന് അവനെ നുറുക്കി പൊടിയാക്കണം, അങ്ങനെ ആ അനുഗ്രഹം ഒഴുകേണ്ടതിന്. So God is working in him, sends him to allows Laban to take advantage of him. അങ്ങനെ ലാബാൻ അവനെ മുതലെടുക്കുവാൻ ദൈവം അനുവദിച്ചു. Finally Jacob comes back a broken man. അവസാനം യാക്കോബ് മടങ്ങി വന്നത് ഒരു നുറുക്കപ്പെട്ട വ്യക്തിയായിട്ടാണ്. But broken means he still has maybe 10% left. നുറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവന് ഒരു പക്ഷേ 10% അവശേഷിക്കുന്നു. 100% Jacob first. ആദ്യം 100% Over യാക്കോബായിരുന്നു. many years God broke him. Now a little bit left still of him. പല വർഷങ്ങൾ കൊണ്ട് അവനെ നുറുക്കി ഇപ്പോൾ അല്പം അവന്റെ അവശേഷിക്കുന്നു. And then you know the story how he meets this man in Genesis 32. അതിനുശേഷം ആ കഥ നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി And the man asks him, "Who are you?" ഈ ആരാണ് നീ എന്ന് ഒരു മനുഷ്യൻ And ചോദിക്കുന്നു. Jacob, who years ago said, "I'm Esau," now says, "I am Jacob. I cannot hide anymore." വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏശാവാണെന്ന് പറഞ്ഞ യാക്കോബ് ഇപ്പോൾ പറയുന്നു, ഞാൻ യാക്കോബ് തന്നെയാണ്, എനിക്ക് ഇനി ഒന്നും അഭിനയിക്കേണ്ട, I am who I am. ഞാൻ ആയിരിക്കുന്നത് തന്നെയാണ്, I'm done grabbing. ഞാൻ പിടിച്ചു But പറിക്കുന്നത് now I നിർത്തിയിരിക്കുന്നു. want you. I want the blessing from God. ഇപ്പോൾ എനിക്ക് നിന്നെ വേണം, എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം The വേണം. last step of breaking is happening for Jacob. അവസാനത്തെ പടി, ആ നുറുക്കപ്പെടലിന്റെ അവസാനത്തെ പടി And he's യാക്കോബ് still സമ്മതിക്കുന്നു. trying to grab from God. എന്നാൽ ഇപ്പോഴും ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ And ശ്രമിക്കുകയാണ്. finally that man pokes him in the hip അവസാനം ആ മനുഷ്യൻ അവന്റെ തുടയിൽ കുത്തി, and he collapses. അവൻ വീണു. He's completely broken now. പൂർണ്ണമായിട്ടും ഇപ്പോൾ For the rest of his life, Jacob had to walk with a stick. അവന്റെ ശിഷ്ടജീവിതത്തിൽ യാക്കോബിന് ഒരു വടിയിൽ ഊന്നി He was നടക്കണമായിരുന്നു. completely broken. പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു. And now the blessing could flow. ഇപ്പോൾ ആ അനുഗ്രഹം ഒഴുകാൻ. So the mark that God is able to break us is that we stop grabbing. നമുക്ക് കർത്താവ് നമ്മെ നുറുക്കുവാൻ അനുവദിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം നാം പിടിച്ചു പറിക്കുന്നത് നിർത്തുന്നു എന്നാണ്. Let me show you another example in Exodus chapter 14. മറ്റൊരു ഉദാഹരണം പുറപ്പാട് 14-ാം അധ്യായത്തിലുണ്ട്. You see this in the example of Moses. ഇത് മോശയുടെ ഉദാഹരണമാണ്. Moses was a man he had a good heart, but he was still full of power and strength. മോശയ്ക്ക് നല്ലൊരു ഹൃദയമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴും ശക്തിയാൽ നിറഞ്ഞവനായിരുന്നു. And he knew that he was part of God's people, so he said, "I'm going to help you, God." അവനും ദൈവത്തിന്റെ ആളുകൾപ്പെട്ടതാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സഹായിക്കാൻ പോകുന്നു. And he started by attacking one of the Egyptians and killed him. അവൻ അത് തുടങ്ങിയത് ഒരു ഈജിപ്തിയനെ ആക്രമിച്ച് കൊല്ലുന്നതിലൂടെയാണ്. And he could have thought, "I'll fight these Egyptians one by one, I'll get rid of all of them." അവൻ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ഓരോരുത്തരായിട്ട് ഈ മിസ്രയീമ്യരെ അവൻ അവരോട് പോരാടി അവരെ ജയിക്കുവാനാണ്. Moses was so powerful that with one blow he killed a man. മോശ ഇത്രമാത്രം ശക്തിയുള്ളവനായിരുന്നു, ഒരു അടി കൊണ്ട് ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു. God was going to save his people through Moses. ദൈവം തന്റെ ആളുകളെ രക്ഷിക്കാൻ പോകുന്നത് മോശയിലൂടെ But ആയിരുന്നു. this strong Moses who can kill the Egyptian with one blow is standing in the way. എന്നാൽ ഈ ശക്തനായിട്ടുള്ള മോശ ഒരു ഈജിപ്തുകാരനെ ഒരു അടി കൊണ്ട് കൊല്ലുവാൻ കഴിയുന്ന അവനൊരു വഴിയിൽ നിൽക്കുന്നവനാണ്. Preventing God from fulfilling his purpose. ആ മോശ ദൈവത്തിന്റെ പദ്ധതി തടസ്സപ്പെടുത്തിക്കൊണ്ട് വഴിയിൽ നിൽക്കുകയാണ്. Do you see, dear brothers and sisters and children, that your strength, what you think that you're good at, is preventing God from fulfilling his purpose in your life? പ്രിയ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആ ശക്തി,
അത് നിങ്ങൾ ഏതിലും നിങ്ങൾക്ക് ശക്തിയുള്ളത് അത് ദൈവത്തിന് നിങ്ങൾ പ്രവർത്തിക്കാനുള്ള കാര്യത്തെ തടസ്സപ്പെടുത്തുകയാണ്. You think you're so intelligent or gifted or good looking, that's preventing God from fulfilling his purpose in your life. നിങ്ങൾക്ക് ഒരു പ്രത്യേക വരമുണ്ട്, നിങ്ങൾ കാണുവാൻ കാഴ്ചയിൽ മനോഹരരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. Then God sends Moses into the wilderness and then to live with his father-in-law for another 40 years. അതിനുശേഷം മോശയെ മരുഭൂമിയിലേക്ക് അയച്ച് തന്റെ അമ്മായിയപ്പനോടൊത്ത് 40 വർഷം ജീവിക്കുവാൻ അനുവദിക്കുന്നു. And after 40 years he is broken, he's crushed. 40 വർഷങ്ങൾക്ക് ശേഷം മോശ നുറുക്കപ്പെട്ടിരിക്കുന്നു. You read earlier that God said, I'm going to use you, Moses. അതിനു മുമ്പ് ദൈവം പറഞ്ഞു, മോശയെ നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. Remember when you thought that you could tackle the Egyptians one by one with your strength? നീ ഓർക്കുന്നോ നിനക്ക് നിന്റെ ശക്തിയാൽ ഈജിപ്തുകാരെ ഓരോരുത്തരെയായിട്ട് പൊരുതാൻ കഴിയുമെന്ന്? And he's so broken that he says, Lord, I cannot even speak. I'm so weak. അവൻ ഇത്രമാത്രം നുറുക്കപ്പെട്ടവനായി തീർന്നു. ഇങ്ങനെയാണ് ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, ഞാൻ ബലഹീനനാണ്, എനിക്ക് സംസാരിക്കുവാൻ പോലും കഴിയില്ല. And then God says, that's why I can actually use you now. You're so weak. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് നിന്നെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയും, നീ യഥാർത്ഥത്തിൽ When you were strong, I couldn't use you. നീ ശക്തനായിരുന്നപ്പോൾ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ Now that കഴിയില്ല. you are weak, I can actually use you. നീ ഇപ്പോൾ ബലഹീനനായി തീർന്നപ്പോൾ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. Look what happens in Exodus 14. You can read the story, verses 13, 14 and 15. ഈ പുറപ്പാട് 14 13 14 15 വാക്യങ്ങളിൽ ആ കഥ നമുക്ക് അറിയാൻ കഴിയും. In one moment God destroyed all the Egyptians through Moses. ഒരു നിമിഷം കൊണ്ട് ഈജിപ്തുകാരെ മുഴുവൻ മോശയിലൂടെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. Verse 21. Moses stretched out his hand over the sea, and the Lord swept the sea back by a strong east wind all night and turned the sea into dry land, so the waters were divided. 21 വാക്യത്തിൽ മോശ കടലിന്മേൽ കൈ നീട്ടി, കർത്താവ് അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. And all the Israelites went safely. ഇസ്രായേൽ മക്കൾ കടലിൽ നടുവിൽ ഉണങ്ങിയ Then verse 27, Moses stretched out his hand over the sea again, and the sea returned to its normal state at daybreak while the Egyptians were fleeing right into it. Then the Lord overthrew the Egyptians in the midst of the sea in one moment. 27 വാക്യങ്ങൾ, മോശ കടലിന്മേൽ വീണ്ടും കൈ നീട്ടി, പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമ്യർ അതിനെതിരായി ഓടി. യഹോവ മിസ്രയീമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിട്ട് രഥങ്ങളെയും കുതിരപ്പടയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. Verse 28, even Pharaoh's entire army that had gone into the sea after them, not even one of them remained. 28 വാക്യത്തിൽ രഥങ്ങളെയും കുതിരപ്പടയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. So another mark of that the Lord has been able to break us is that we stop relying on our own strength. കർത്താവ് നമ്മളെ നുറുക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു അടയാളം നാം നമ്മിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. Many young men and even older men struggle with lust and internet pornography and lusting with their eyes. പല ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരും ഈ മുതിർന്ന പുരുഷന്മാരും ലൈംഗിക മോഹങ്ങളാൽ പ്രവർത്തിക്കപ്പെടുകയാണ്, ഇന്റർനെറ്റ് പോർണോഗ്രാഫിയാൽ ഒക്കെ. And they're fighting and fighting and fighting and trying to overcome. അവര് പോരാടി അതിനെ ജയിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. And they're trying and they say, Lord, I did it again. Okay, I'm going to try this or try that. അവര് ശ്രമിക്കുന്നു, കർത്താവേ ഞാൻ വീണ്ടും അത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ശ്രമിക്കാൻ പോകുന്നു. If you are fighting, dear brother, keep fighting. Don't stop. നിങ്ങൾ അതിന് പോരാടുകയാണെങ്കിൽ പ്രിയ സഹോദരാ, പോരാടിക്കൊണ്ടേയിരിക്കുക, നിർത്തരുത്. Remember that it will not be your strength and your ability to overcome, it will be God's power alone that can save you. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ശക്തിയോ നിങ്ങൾക്ക് ജയിക്കുവാനുള്ള ശക്തിയോ അല്ല, ദൈവത്തിന്റെ ശക്തിയാണ് അതിനെ ജയിക്കുന്നത്. The proof that you're decreasing is that you're relying less on your own power and completely on God's power. നിങ്ങൾ കുറഞ്ഞു വരുന്നു എന്നതിന്റെ ഒരു തെളിവ് നിങ്ങളുടെ ശക്തിയിൽ നിങ്ങളുടെ ആശ്രയം കുറയുന്നുവെന്നും ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയം വെക്കുന്നു എന്നുള്ളതുമാണ്. You see the example in the life of David also. ദാവീദിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണവുമുണ്ട്. David was anointed to be king when he was in his teenage years. ദാവീദ് തന്റെ ടീനേജ് പ്രായങ്ങളിൽ ഒരു രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. And then for many years he wasn't actually the king.
പല വർഷങ്ങളിലേക്ക് താൻ യഥാർത്ഥത്തിൽ രാജാവായിരുന്നില്ല. 13 or years or so, 15 years maybe, he had to wait before he actually became king. 13-15 വർഷം ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ രാജാവായി തീരാൻ. And why did God anoint him and then make him wait for 15 years before he actually became king? എന്തുകൊണ്ടാണ് ദൈവം അവനെ അഭിഷേകം ചെയ്ത ശേഷം 15 വർഷം രാജാവാകേണ്ടതിന് വീണ്ടും കാത്തിരിക്കേണ്ടത്? And during those 15 years, the man who was king was constantly trying to kill him. ആ 15 വർഷത്തോളം രാജാവായിരുന്ന വ്യക്തി അവനെ തുടർച്ചയായിട്ട് കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. God was breaking David, breaking him. ദൈവം ദാവീദിനെ നുറുക്കിക്കൊണ്ടിരുന്നു. 15-year-old David could kill Goliath. 15 വയസ്സുള്ള ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലാമായി That was കഴിയുമായിരുന്നു. when he was anointed as king. അത് അപ്പോഴാണ് അവൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടത്. God said, "You're going to be king, ദൈവം പറഞ്ഞു, നീ രാജാവാകാൻ പോവുകയാണ്. but right now you're still strong. I need to break you." ഇപ്പോൾ നീ ഇപ്പോഴും ശക്തനാണ്, നിന്നെ എനിക്ക് നുറുക്കണം. God is going to crush Satan under your feet. ദൈവം നിങ്ങളുടെ കാൽ കീഴെ സാത്താനെ ചതയ്ക്കുവാൻ He പോവുകയാണ്. wants you to be a king and a queen over everything else. നിങ്ങൾ ഒരു മറ്റെല്ലാത്തിനും മീതെ രാജാവും രാജ്ഞിയും ആയി He's തീരണമെന്ന്. already anointed you for that power and authority. അതിനുവേണ്ടിയുള്ള അഭിഷേകം, അധികാരവും ശക്തിയും നിങ്ങൾക്ക് അതിനാൽ അഭിഷേകം But ചെയ്യപ്പെട്ടിരിക്കുന്നു. that cannot actually happen until you are broken. എന്നാൽ അത് നിങ്ങൾ നുറുക്കപ്പെടുന്നത് വരെ അത് സംഭവിക്കുവാൻ So here's കഴിയില്ല. David going to be king, but he still has to be broken so that the power, the authority can flow. ഈ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് വീണ്ടും നുറുക്കപ്പെടണമായിരുന്നു ഈ അധികാരം ഒഴുകേണ്ടതിന്. And that's why God allowed him to be chased by Saul. അതുകൊണ്ടാണ് ശൗലിനാൽ വേട്ടയാടപ്പെടുവാൻ അവൻ ദൈവം അനുവദിച്ചത്. But you know the mark that David was decreasing? ദാവീദ് കുറഞ്ഞു വരുന്നതിന്റെ അടയാളം എന്തായിരുന്നു എന്നറിയാമോ? On a couple of times he had the opportunity to kill Saul. 1-2 പ്രാവശ്യം ശൗലിനെ കൊല്ലുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. Twice we read he could have killed Saul and then that he would have become king right away. 2 പ്രാവശ്യം തനിക്ക് ശൗലിനെ കൊല്ലുവാൻ കഴിയുമായിരുന്നു. അതിനുശേഷം നേരിട്ട് രാജാവാകുമായിരുന്നു. But he was being broken. എന്നാൽ താൻ He നുറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. recognized God's hand in his life. തന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ കരത്തെ തിരിച്ചറിഞ്ഞു. He never took revenge against whoever harmed him. തന്നെ ഉപദ്രവിച്ചവർക്കെതിരെ ഒരിക്കലും പകരം വീട്ടിയില്ല. One of the marks that you're decreasing is that if somebody harms you, you'll never take revenge. ആരെങ്കിലും നിങ്ങൾ കുറയുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം, ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ അവർക്ക് ഒരിക്കലും You can പകരം forgive വീട്ടില്ല. anybody who has harmed you. നിങ്ങളെ ഉപദ്രവിച്ച എല്ലാവരോടും നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ I'm കഴിയും. sure we all have people who have done some harm to you. നിങ്ങളെ ഉപദ്രവിച്ച ആളുകളെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, And some, the Bible says, Jesus said, if you don't forgive others, your Father won't forgive you. യേശു പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന്. And I've had some people say when I've preached that, brother, you don't know what they have done to me. They have done so much bad. How can I forgive? ഞാനത് പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, സഹോദര, അവരെന്നോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, അത് വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി. The problem is not how much bad that they have done. അവര് എത്രമാത്രം മോശമായിട്ട് നിങ്ങളോട് ചെയ്തു എന്നുള്ളതല്ല. The problem is you're not broken. നിങ്ങൾ നുറുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. A truly zero person can forgive everybody. യഥാർത്ഥത്തിൽ പൂജ്യമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാവരോടും ക്ഷമിക്കുവാൻ So കഴിയും. if you see that there is some unforgiveness towards somebody who has done some horrible thing to you, നിങ്ങളോട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാത്ത ഒരു മനോഭാവം and you ഉണ്ടെന്ന് say, കാണുകയാണെങ്കിൽ, Lord, I cannot forgive them. It's so much bad they've done. എനിക്ക് അവരോട് ക്ഷമിക്കാനേ കഴിയില്ല, അവർ അത്രമാത്രം മോശമായിട്ടാണ് എന്നോട് ചെയ്തത്. You say, Lord, make me a zero. Then you'll be able to forgive. നിങ്ങൾ പറയുക, കർത്താവേ എന്നെ പൂജ്യമാക്കുക, അപ്പോൾ നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കുവാൻ And കഴിയും. what anointing God can then flow through your life. എത്ര അഭിഷേകമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒഴുകുവാൻ The കഴിയുന്നത്. mark that we are decreasing is that we can forgive everybody, no matter what they have done. നാം കുറയുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം എന്ത് മറ്റുള്ളവർ ചെയ്താലും അവരോട് ക്ഷമിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. So you see that with forgiveness, the problem is not how bad the thing that they did, but how proud I still am. ക്ഷമയുടെ കാര്യത്തിൽ അവർ ചെയ്ത കാര്യത്തിന്റെ എത്രമാത്രം മോശമാണെന്നുള്ളതല്ല, ഞാൻ എത്ര മാത്രം നിഗളത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്
പ്രശ്നം. One more example is in the story of the prodigal son in Luke 15. മറ്റൊരു ഉദാഹരണം ലൂക്കോസ് 15-ലുള്ള ധൂർത്തപുത്രന്റെ ഉപമയിലാണ്. See, when the prodigal son left home, he was full of pride and strength. ആ നഷ്ടപ്പെട്ട ആ ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ അവൻ നിഗളം നിറഞ്ഞവനായിരുന്നു, ശക്തി നിറഞ്ഞവനായിരുന്നു. And he took all the money and thought, I'm full rich and I'm young and let's go have fun. എല്ലാ പണവും എടുത്തുകൊണ്ട് ഞാൻ ധനവാനാണ്, ഞാൻ ശക്തിയുള്ളവനാണ്, ഇനി പോയി രസിക്കാം. And then God allowed a famine that broke that young man. അതിനുശേഷം ഒരു ക്ഷാമം ദൈവം അനുവദിച്ച് ആ ചെറുപ്പക്കാരനെ നുറുക്കി. And that young man was so broken, he was living with the pigs and he couldn't even eat the pigs' food. അവൻ ഇത്രമാത്രം നുറുക്കപ്പെട്ടു, അവന് പന്നികളോടുകൂടെ താമസിക്കുകയും പന്നികളുടെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ വരെ. And this son who left as a strong son, വളരെ ശക്തനായിട്ടുള്ള ഒരു മകനായിട്ട് വീട് വിട്ട് പോയ മകൻ, he comes back as we read in verse 19. അവൻ മടങ്ങി വരുന്നത് 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, I don't deserve to be a son, I just want to be a servant. അവൻ പറയുന്നത്, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമേ. One of the marks that you're decreasing in the church is that you're happy to have a servant's place in the church. നിങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം സഭയിൽ നിങ്ങൾക്ക് ഒരു ദാസനായിരിക്കുന്ന വേലക്കാരന്റെ സ്ഥാനം കൊണ്ട് നിങ്ങൾ തൃപ്തരായിരിക്കുമെന്ന്. You have servants in India. ഈ ഇന്ത്യയിൽ വീടുകളിൽ വേലക്കാരുണ്ട്. You know the number one characteristic of a servant? വേലക്കാരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് They അറിയാമോ? don't want to be seen. അവർ കാണപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Ask you, dear brothers, dear sisters, dear children, are you a servant in the church? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, നിങ്ങൾ സഭയിൽ ഒരു വേലക്കാരാണോ? Do you want to be seen? നിങ്ങൾക്ക് കാണപ്പെടുവാൻ You ആഗ്രഹിക്കുന്നു? want to have some visible ministry? നിങ്ങൾക്ക് പ്രത്യക്ഷതയുള്ള ഒരു ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ടോ? Maybe you do. നിങ്ങൾ അങ്ങനെ ചെയ്തേക്കാം. Go down now. താഴേക്ക് പോകുക. Say, Lord, give me the ministry of not being seen. കർത്താവിനോട് പറയാ, കർത്താവേ, കാണപ്പെടാത്ത ഒരു ശുശ്രൂഷ എനിക്ക് Make തരണമേ. me one who is not seen. ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിയാക്കി Because I see, Lord, I've dishonored your name so much. കർത്താവെ, ഞാൻ കാണുമ്പോൾ അങ്ങയുടെ നാമത്തെ ഞാൻ അതിന് അപമാനം വരുത്തുന്നു. And allow God to break you so that you are happy to just be a servant. അങ്ങനെ കർത്താവിനെ നിങ്ങളെ നുറുക്കുവാൻ അനുവദിച്ചുകൊണ്ട് ഒരു ദാസനായിട്ട് വേലക്കാരനായിട്ട് ഇരിക്കുവാൻ സന്തോഷമുള്ളവരായിരിക്കുക. Let's go back to Romans chapter 16, that verse we read earlier. റോമർ 16-ലെ നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങിപ്പോകാം. The God of peace will soon crush Satan under your feet. The grace of our Lord Jesus be with you. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ You see ഉണ്ടായിരിക്കട്ടെ. the connection between God crushing Satan under our feet and his grace being with us? ദൈവം സാത്താനെ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയുന്നതും യേശുക്രിസ്തുവിന്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കുന്നതും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കാണാം. God gives his grace to the humble. ദൈവം തന്റെ കൃപ താഴ്മയുള്ളവർക്ക് And when നൽകുന്നു. God is able to crush us and give us this humility of Christ, ദൈവത്തിന് നമ്മെ നുറുക്കുവാനായിട്ട് ദൈവം നമ്മെ നുറുക്കുമ്പോൾ യേശുവിന്റെ താഴ്മ നമുക്ക് നൽകുന്നു. what he then is able to give us is his grace. അപ്പോൾ ദൈവത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്നത് And തന്റെ കൃപയാണ്. that grace is the means by which he will crush Satan under our feet. ആ കൃപ ഉപയോഗിച്ചാണ് പിശാചിനെ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയുന്നത്. You look it up sometime in James 4 verse 7 നിങ്ങൾ എപ്പോഴെങ്കിലും യാക്കോബ് 4-ന്റെ 7-ാം വാക്യം നോക്കുക. and 1 Peter 5 verse 6 1 യോഹന്നാൻ 1 പത്രോസ് 5-ന്റെ 6-ാം വാക്യം, where he talks about God giving grace to the humble. അവിടെ ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നതിനെ കുറിച്ച് In പറയുന്നു. both places he talks about resisting the devil. രണ്ട് സ്ഥലത്തും അവിടെ പിശാചിനെ എതിർത്ത് നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. This is the only way that we will be able to crush Satan. ഇതാണ് പിശാചിനെ ചതച്ചു കളയാനായിട്ടുള്ള ഒരേ ഒരു വഴി. If God is able to so bring us to a place of brokenness, ദൈവത്തിന് നമ്മെ
അത്രമാത്രം നുറുക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുത്തുവാൻ that കഴിയുമെങ്കിൽ we as his body are so yielded to him, the head, നാം തൻ്റെ ശരീരം എന്ന നിലയിൽ തന്നെ അത്രമാത്രം ആ തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ that he can crush Satan. തനിക്ക് ദൈവത്തിന് പിശാചിനെ ചതച്ചു കളയാൻ കഴിയും. Many people in Christendom are taken up with casting out demons. ക്രിസ്തീയതയിലുള്ള പല ആളുകളും പിശാചുക്കളെ പുറത്താക്കുന്നതിൽ You വ്യാപൃതരായിരിക്കുന്നു. know what's worse than being demon possessed? ഭൂതബാധിതരായിരിക്കുന്നതിനേക്കാൾ മോശമായിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? That's pretty bad to be demon possessed. ഭൂതബാധിതരാകുക എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമാണ്. But what's worse than that is if Satan has authority in your life. അതിലും മോശമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് അധികാരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. And there are many people who are casting out demons or have demons cast out of them, but Satan still has authority in their life. പല ആളുകളും പിശാചുക്കളെ പുറത്താക്കുന്നവരും ഭൂതങ്ങൾ അവരുടെ ഉള്ളിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരുമായിട്ടുള്ളവരുടെ ജീവിതത്തിൽ പിശാചിന് അധികാരമുണ്ടെന്ന്. The only way we can have authority over Satan is if we have gone down. നമുക്ക് പിശാചിന്റെ മേൽ അധികാരം ഉണ്ടായിരിക്കുന്നത് നാം താഴേക്ക് പോകുമ്പോഴാണ്. The grace of our Lord Jesus be with you. യേശുക്രിസ്തുവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. You know where else that verse comes? ആ വാക്യം വേറെ എവിടെയാണ് വരുന്നതെന്ന് അറിയാമോ? It's the last verse of the Bible. അത് ബൈബിളിലെ ഏറ്റവും അവസാനത്തെ If you വാക്യത്തിലാണ്. didn't know it before, now you know it. The last verse of the Bible. ഇത് നിങ്ങൾക്ക് മുമ്പ് അറിയത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം. അവസാനത്തെ ബൈബിളിലെ അവസാനത്തെ വാക്യം. Grace of the Lord Jesus be with all. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ What a ഇരിക്കുമാറാകട്ടെ. wonderful way to end this conference. ഈ കോൺഫറൻസ് May അവസാനിപ്പിക്കാനുള്ള we എത്ര മനോഹരമായി. all, every one of us, humble ourselves and go down so that the grace of the Lord Jesus will be with all of us. നാം എല്ലാവരും നമ്മെ തന്നെ താഴ്ത്തി അത്രമാത്രം താഴ്ത്തി യേശുക്രിസ്തുവിന്റെ കൃപ നമ്മൾ എല്ലാവരിലും ഇരിക്കുമാറാകുന്ന രീതിയിൽ. Why? എങ്ങനെ ആണ്? Previous verse, verse 20, Revelation 22, verse 20. അതുകൊണ്ട് 20 മുമ്പുള്ള വാക്യം വെളിപ്പാട് 22:20 വാക്യം. I am coming soon. ഞാൻ വേഗത്തിൽ വരുന്നു. I am coming quickly. ഞാൻ വേഗത്തിൽ വരുന്നു. And the response from us is said, yes, Lord, come quickly. Come, Lord Jesus. നമ്മുടെ പ്രതികരണം ആമേൻ കർത്താവായ യേശുവേ വരണമേ. And help me to always remain in humility, going down, down, down in every circumstance. എപ്പോഴും താഴ്മയിൽ വസിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളിലും താഴേക്ക് പോകാൻ എന്നെ So സഹായിക്കണമേ. that your grace can be with me in increasing measure. അങ്ങയുടെ കൃപ വർദ്ധിച്ച അളവിൽ എന്നിൽ ഉണ്ടായിരിക്കേണ്ടതിന്. And you will crush Satan under my feet. എന്റെ കാൽ കീഴെ അങ്ങ് സാത്താനെ ചതച്ചു കളയുമല്ലോ. Thank you, dear brothers and sisters and children, for allowing us to be here these days. നന്ദി പ്രിയ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിന്. You opened your hearts wide to us. Thank you. നിങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. നന്ദി. Please pray for us whenever you think about us. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക. God willing, we hope to come back soon. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ വീണ്ടും മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. If Jesus doesn't come before that. അതിനു മുമ്പ് യേശു വന്നില്ലെങ്കിൽ. Amen. ആമേൻ.